എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്ലോത്തിങ് ഹോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തവണ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിയിരിക്കുന്നത് അതിൻ്റേതായ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഓരോരോ ബ്രാൻഡിൻ്റെയും അതിൻ്റേതായ വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഉണ്ടാവില്ല. ചില ബ്രാൻഡ്സിനൊക്കെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള കുറച്ച് ബ്രാൻഡ്സിൻ്റെ അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ഡെനിം ഡംഗ്രി ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് റിയ ഡിസൈനർ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ സെയിം ഡ്രസ്സ് തന്നെ ഇതിൻ്റെ ഷെയ്ഡ് വേറെ ആയിട്ട് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് കേട്ടോ ഈ റിയ ഡിസൈനർ ബൊട്ടീക്കിൻ്റെ. കുറേ ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4-5 എണ്ണമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു 1 ഇയർ മുന്നേ ഞാൻ ഇതിൻ്റെ തന്നെ മെഹന്തി ഗ്രീൻ ഷെയ്ഡിലുള്ള ഡംഗ്രി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇട്ടിട്ട് മേത്തുനിന്ന് ഊരാത്തൊരു ഡ്രസ്സായിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതാണ് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു ഇന്നറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഇന്നർ ഞാൻ ഇടാറില്ല, കാരണം ഇത് ഹാഫ് സ്ലീവാണ്. എനിക്ക് അങ്ങനെ ഹാഫ് സ്ലീവ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നർ ഒട്ടും തന്നെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതിനുള്ളിൽ ഷർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടോ അല്ലെങ്കിൽ ജാക്കറ്റോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പെയർ ചെയ്യാറ് കേട്ടോ. അല്ലാതെ ഈ ഇന്നർ ഞാൻ ഇടൽ വളരെ കുറവാണ്. ഇതിനിവിടെ നിന്ന് ഒരു കട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എനിക്കിതുവരെ കണ്ടിട്ടുണ്ടായില്ല. കണ്ടോ, ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരു ഹോൾ എന്തായാലും ഉണ്ട്. ഞാനിത് യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല. എന്തായാലും ഈ ഹോളൊക്കെ വിസിബിൾ ആയിരിക്കും കേട്ടോ, കാരണം നമ്മളിത് ഉള്ളിലിട്ടാലും ഇതിൻ്റെ നെക്ക് അത്യാവശ്യം ഡീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളൊക്കെ എന്തായാലും കാണും. എനിക്കത് എന്തായാലും പുറത്തേക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഈ ഇന്നർ ഞാനങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. ഇന്നർ വൈറ്റാണ് വരുന്നത്. എല്ലാ ഡംഗ്രിയുടെയും കൂടെ ഇന്നർ വരുന്നത് ഈ സെയിം തന്നെയാണ് കേട്ടോ, വൈറ്റ് തന്നെയാണ് വരുന്നത്. ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് സീത്രൂ ആണ്, ഓവറായിട്ടല്ല എങ്കിലും ചെറുതായിട്ട് ഒരു സീത്രൂ മെറ്റീരിയലാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, എന്നാൽ ഭയങ്കര നല്ലൊരു മെറ്റീരിയലായിട്ട് പറയാനില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിലോ ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അവരുടെ ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഉണ്ട്, മസ്റ്റർഡ് യെല്ലോ, പിന്നെ ഏതായിരുന്നു ഒരു ഓറഞ്ച് ഷെയ്ഡ്, പിന്നെ മെഹന്തി ഗ്രീൻ, മിൽട്ടറി ഗ്രീൻ, അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് സ്റ്റോക്കിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതെടുത്തു. ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ യെല്ലോ മാത്രമാണ് സ്റ്റോക്കിലുള്ളൂ. പക്ഷേ അവരെന്തായാലും റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ. അവരിടയ്ക്കിടയ്ക്ക് ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് സൈസ് എക്സലാണ് കേട്ടോ. എക്സലാണെങ്കിലും ഭയങ്കര ലൂസായിരുന്നു എനിക്ക്. ആ ഇന്നർ എനിക്ക് കറക്റ്റായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. കണ്ടോ, ഒരുപാട് ഷേപ്പ് ചെയ്തപ്പോഴാണ് എൻ്റെ കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടിയത്. പിന്നെ ഫ്രണ്ടിലായിട്ട് 2 ബട്ടൺ വരുന്നുണ്ട്, 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഭയങ്കര നല്ല കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോക്കറ്റ്സ് ഉള്ള ഡ്രസ്സായാലും ടോപ്പായാലും പോക്കറ്റ്സ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇങ്ങനെയാണ് ഈ സംഭവം കാണാൻ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ടക്കും വരുന്നുണ്ട്. ടക്ക് നമ്മൾ ഇട്ടതാണ് കേട്ടോ. ഇത് വന്നപ്പോൾ ടക്കില്ലായിരുന്നു. ടക്ക് നമ്മൾ തന്നെ, എനിക്ക് ടക്ക് ഇടുന്നതിനോട് താല്പര്യം ആയതുകൊണ്ട് ടക്ക് ഇട്ടുമെന്ന് മാത്രം. ഇത് അത്യാവശ്യം ഡീപ്പും വൈഡൊക്കെ ആയിട്ടുള്ള നെക്ക് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഇന്നറോ അല്ലെങ്കിൽ ജാക്കറ്റോ ഒന്നും ഇടാതെ ഇതൊരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇടാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇന്നറോ അല്ലെങ്കിൽ ജാക്കറ്റോ ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് 645 രൂപയാണ് കേട്ടോ. പിന്നെ 45 രൂപ ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് 690 രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് റേറ്റ് വന്നത്. ഞാൻ ഈ റിയ ഡിസൈനർ ബൊട്ടീക്കിൽ നിന്ന് വാങ്ങിയിട്ട് 2ാമത്തെ തവണയാണ് എനിക്ക് പണി കിട്ടുന്നത് കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു കട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ ഞാനത് ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ആയാലും വേറെ ഇന്നറിട്ടിട്ടാണ് ഇത് ഇട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇത് ശ്രദ്ധിച്ചത്. പിന്നെ ഇതിന് മുന്നേ പണി കിട്ടിയിട്ടുള്ളത് ഒരു ഓണത്തിൻ്റെ സമയത്ത് ഞാൻ അവരുടെ ഒരു ഹക്കോബ ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു. ആ ഡ്രസ്സിന് ഈ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ അത് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഓപ്പണിംഗ് വീഡിയോ എടുത്തു കേട്ടോ. അത് അത്യാവശ്യം പ്രൈസി ആയിരുന്നു. ഒരു 950 റേഞ്ചിലൊക്കെയാണ് അത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നു. ആ ഒരു ഹക്കോബ ഡ്രസ്സിന് അവർ ഒരു ഭാഗം എങ്ങനെയോ എനിക്ക് തോന്നുന്നു അയൺ ചെയ്തപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഒരു ഓട്ട വന്നിട്ട് ആ ഓട്ടയുടെ ഭാഗത്ത് ഒരു ചെറിയൊരു സ്ക്വയർ പീസ് വെച്ച് അടിച്ചേക്കാണ്. അത് ശരിക്കും അറിയൂ കേട്ടോ. മഹാ ഭംഗിയായിരുന്നു. അത് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്പണിംഗ് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ എനിക്കത് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റി. എന്നിട്ട് ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ടോ. എന്നിട്ട് അവർ സോറിയോ പറഞ്ഞു, എന്തോ മാനുഫാക്ചറിങ്ങിൽ വന്ന പ്രശ്നമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു റീഫണ്ട്
ചെയ്യാം, പ്രൊഡക്റ്റ് ഇനി അവർക്ക് വേണ്ട, കാരണം അവർക്കും അത് വിട്ടിട്ട് യൂസ് ചെയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് വേണ്ട, റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു വിഷമം പോലെ. പ്രൊഡക്റ്റ് അവർ തിരിച്ചെടുക്കുകയാണെങ്കിൽ റീഫണ്ട് എന്തായാലും നമ്മൾ ബാക്കിയാണല്ലോ. പക്ഷേ ഇത് അവർക്ക് പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു, റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എന്നാൽ എനിക്ക് ഫുൾ എമൗണ്ട് വേണ്ട, 900 സംതിങ് ആയിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു 300-400 രൂപ കണ്ടാണ് ഞാൻ വാങ്ങിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഹാഫ് എമൗണ്ട് ഞാൻ വാങ്ങി തോന്നുന്നു. റീഫണ്ട് ഞാൻ വാങ്ങി, ഹാഫ് എമൗണ്ട് ഡ്രസ്സ് ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാഫ് എമൗണ്ട് വാങ്ങിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണത്തിനാണ് തോന്നുന്നു, ഈ വർഷത്തെ ഓണത്തിൻ്റെ മുമ്പത്തെ ഓണത്തിന്. ഇപ്പോൾ 1 year ഒക്കെ ആയിട്ടോ ആ സംഭവം ഉണ്ടായിട്ട്. പക്ഷേ അവരുടെ സർവീസൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ റീഫണ്ട് തരാൻ തയ്യാറായില്ലോ. പിന്നെ ഞാൻ എൻ്റെ ഇതുകൊണ്ട് വാങ്ങിക്കാണ്ടിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മുടെ ക്യാഷല്ലേ, നമുക്കും അത് അങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യാമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ ഓണത്തിൻ്റെ അവസരത്തിൽ തന്നെ വൈമോളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നിട്ടതാണ്. അതിന് ശേഷം ഇത് അലക്കിയതിന് ശേഷം ഈ സാധനം എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരു പകുതി ആയിരുന്നു വേണം പറയാൻ. ഞാൻ എക്സലാണ് വാങ്ങിയിരുന്നത്, അതൊരു സ്മോൾ സൈസിൻ്റെ വലിപ്പത്തിലായിട്ടുണ്ടാവും. അത്രയ്ക്ക് ചുരുങ്ങിപ്പോയത് ശരിക്കും. താഴത്തോട്ടൊക്കെ, അതായത് നമ്മുടെ ലോവർ ബോഡി പാർട്ടിലൊക്കെ ശരിക്കും ഒട്ടി നമ്മൾ ബോഡി കോൺ ഡ്രസ്സ് ഇടില്ലേ, അത്രയ്ക്ക് ചുരുങ്ങിയിട്ടാണ് അവർ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് മോശമായിട്ടാണ് തോന്നിയത്. അലക്കിയതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ദൈവമേ എൻ്റെ ഫുൾ ക്യാഷ് പോയില്ലോ. അതായത് ഫുൾ ക്യാഷ് വാങ്ങിക്കായിരുന്നു, പകുതി മാത്രം വാങ്ങിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഫുൾ ക്യാഷ് വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് കേട്ടോ. ഇത് വാഷ് ചെയ്തതിന് ശേഷം അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ചുരുങ്ങിയിരുന്നു. പിന്നെ ഞാൻ ഇന്ന് വരെ ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഒറ്റ തവണ മാത്രം ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്തു തോന്നി. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്തൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഡ്രസ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു പണിയാണ് കേട്ടോ. എന്തായാലും ഈ ഡെനിമിൻ്റെ അവരയിൽ വരുന്ന സംഭവങ്ങളൊക്കെ കിടുവാണ് കേട്ടോ. ഇതും പിന്നെ ഒരു മെഹന്തി ഗ്രീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ടും നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഷെയ്ഡ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 45 inches ആണ് കേട്ടോ. പിന്നെ എന്താണ്, ഇന്നറിൻ്റെ ലെങ്ത്ത് 17 inch കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാർജ് മതിയാവുമായിരുന്നു. എക്സൽ ഒരുപാട് എനിക്ക് ഷേപ്പ് പിടിക്കേണ്ടി വന്നു കേട്ടോ. പക്ഷേ എക്സൽ എടുത്താലാണ് എനിക്കിതിൻ്റെ ഇന്നർ കയറുള്ളൂ. കാരണം എൻ്റെ കൈക്ക് തടിയുള്ള കാരണം കൊണ്ട് എക്സലിൻ്റെ വണ്ണാണ് എൻ്റെ കൈക്ക് പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ സൈസ് നോക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു സ്കേർട്ടാണ്. ഇതാണ് സംഭവം കേട്ടോ. ഇത് സെസാഫ്രിസിൻ്റെ ഡെനിം സ്കേർട്ടാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഫോട്ടോയിൽ കാണുമ്പോൾ എന്താ ഭംഗി, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. പക്ഷേ നേരിട്ട് വരുമ്പോൾ ഇത് ഒരു മങ്ങിയ പോലത്തെ ഒരു പിങ്കാണ് കേട്ടോ. അവിടെ ഇവിടെ കുറച്ച് ഇതുപോലെ കണ്ടോ വെള്ള കളറിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ഞാനിത് എൻ്റെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തപ്പോൾ അമ്മയാണിത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അമ്മ കണ്ടപ്പോൾ അല്ല പറഞ്ഞത്, അമ്മ ഇത് പഴയതാണെന്ന് തോന്നുന്നത്, കാണാനായിട്ട് പഴയതുപോലെ ഇരിക്കണമെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. പിന്നെ ഡെനിം കുറച്ചൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇത് ക്വാളിറ്റി നല്ലതാണ് കേട്ടോ, നല്ല നല്ല മെറ്റീരിയലാണ്. പക്ഷെ എന്താ, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ഒരു എടുപ്പൊന്നും നേരിട്ട് കാണാനില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടമായിട്ടോ. ഞാനത് റിട്ടേൺ ഒന്നും ചെയ്യണില്ല. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിലായിരുന്നു ഏറ്റവും വില കുറവ്. ഇത് മിന്ത്രയിൽ ഞാൻ നോക്കിയപ്പോൾ 1000 എബോ ആയിരുന്നു. ഫ്ലിപ്കാർട്ടിലും അതെ 1050 ആ ഒരു റേഞ്ചിലായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് വാങ്ങണമെന്നൊരു ഉള്ളിൽ ആഗ്രഹം വന്നു. അപ്പോൾ പിന്നെ ഇത് വാങ്ങിയേ കഴിയുമെന്നായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ സെസാഫ്രിസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഒരു 800 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ സെസാഫ്രിസിനാണ് ഇത് ഓർഡർ ചെയ്തത് കേട്ടോ, ആ ഒരു വെബ്സൈറ്റിൽ നിന്ന്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു മിഡി സ്കേർട്ടാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ കാണാനായിട്ട് ഒരു മഞ്ഞ പോലത്തെ ഒരു സംഗതി അങ്ങനെയുള്ള ഒരു കുഴപ്പം മാത്രമാണ് ഇതിനുള്ളൂ. ഇത് നമുക്ക് താഴെ വരെ ബട്ടൺ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ബട്ടണും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. താഴെ വരെ ബട്ടൺ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇതുപോലൊരു സ്ലിറ്റും വരുന്നുണ്ട്. ഇത് വിമൻ പിങ്ക് വാഷ്ഡ് ഡെനിം എ ലൈൻ സ്കേർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 959 ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഡെനിം എന്നാണ്. പിന്നെ കോമ്പോസിഷൻ 100% കോട്ടൺ ആണ് കൊടുത്തിട്ടുണ്ട്. ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആണ് കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ക്ലോസർ ആണ് കൊടുത്തിട്ടുണ്ട്. നീ ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നീ ലെങ്ത് അല്ല കേട്ടോ, മീഡിയം ലെങ്ത് ആണ് വരുന്നത്. പിന്നെ മെഷീൻ വാഷാണ്, ക്യാഷ് ലൊക്കേഷനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈസസ് ഉള്ളത് എക്സ്ട്രാ സ്മോൾ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. അതിൽ സ്മോൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. ബാക്കി എല്ലാതും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്കേർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സ്കേർട്ട് കാണുമ്പോൾ കുറച്ച് പഴയതുപോലത്തെ മങ്ങി ഇരിക്കണമെന്നുള്ളൂ. പക്ഷെ എന്നാലും ക്വാളിറ്റി ഒക്കെ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു ടമ്മി ടക്കർ ഷോർട്സ് ആണ് കേട്ടോ. ഇത് ഞാൻ വൈറ്റൽ വോക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു, അതാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു.
ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആഡ് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമുക്ക് വയറൊന്ന് കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒരുപാടൊന്നും വയറ് കുറയ്ക്കില്ല കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ ചെറിയ ഒരു പറയുകയാണെങ്കിൽ ഒരു 30% അല്ലെങ്കിൽ ഒരു 40% ഡിഫറൻസ് ഉണ്ടാവും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് വയറിനെ കുറയ്ക്കുക, ഫ്ലാറ്റ് ആക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയ പോലെ നിൽക്കും നമ്മുടെ ടമ്മി, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വൈറ്റൽ വോക്ക് ടമ്മി ടക്കർ ഷേപ്പർ ഷോർട്സ് അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കേട്ടോ. ഇത് നല്ലോണം റേറ്റിംഗ്, നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. 5 സ്റ്റാർ റേറ്റിംഗും 177 പേര് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ബൈ 1 get 1 ഓഫറിലാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. 599 ആണ് ഈ രണ്ടെണ്ണത്തിനും കൂടിയിട്ട് ആയത്. നമുക്ക് ഇഷ്ടമുള്ള, അതായത് ബേജ് ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും ആണുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കി വാങ്ങിക്കാം. ഞാൻ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എടുത്തുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ബ്ലാക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ രണ്ടും നമുക്ക് ഈ ഒരു ബേജ് ഷെയ്ഡ് വാങ്ങിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് large to XL എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് സ്മോൾ ടു മീഡിയം അത് ഒരു സൈസാണ്, അടുത്തത് ലാർജ് ടു XL അത് അടുത്ത സൈസ്, പിന്നെ 2XL to 3XL അത് മൂന്നാമത്തെ സൈസ്. അങ്ങനെ 3 സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ലാർജ് ടു XL എടുത്തു. അപ്പോൾ അതിൻ്റെ വേസ്റ്റിൻ്റെ സൈസ് വരുന്നത് 34 to 38 ആണ്. ഹിപ്പ് വരുന്നത് 38 to 46 ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വേസ്റ്റും ഹിപ്പും മെഷർ ചെയ്തിട്ട് അത് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളിതിൻ്റെ സൈസ് സെലക്ട് ചെയ്യാൻ കേട്ടോ. എനിക്ക് എന്തായാലും ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതൊന്നും മോശം പറയാനായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമ്മുടെ വയറിനെ ഒരു ഉള്ളിലേക്ക് ആക്കുന്നില്ല. ചെറുതായിട്ട് വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഇത് കാണാനായിട്ട് ഇതാണ് സംഭവം കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു കുഞ്ഞ സംഭവം പോലെ തോന്നും, പക്ഷേ ഇത് പാകം കേട്ടോ. നന്നായിട്ടിത് വലിയ ഇത് ബ്ലാക്ക് ഷെയ്ഡ്. അടുത്തത് ഈ ഒരു നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡിലുള്ള ഒരു സംഭവമാണ്. ഇത് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഭയങ്കര തിക്കല്ല, പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി കണ്ടോ. ഇത് മോശം പറയാനില്ല, സംഭവം നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള നമ്മുടെ വയറിനെ അങ്ങോട്ട് അമക്കി കളയണ ഒരു മെറ്റീരിയലാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. കാരണം അവരുടെ ആഡുകളിലൊക്കെ ശരിക്കും നന്നായിട്ട് വയറിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ആക്കുന്ന പോലെയാണ് അവരുടെ വീഡിയോസൊക്കെ. അത് ആ വീഡിയോ എടുത്തതിൻ്റെ ഒരു ട്രിക്കാണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു. പക്ഷേ മോശമില്ല. നമുക്ക് 2 കൂടി 599 ആവുന്നുള്ളൂ. അതിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിത് ഇപ്പോൾ വയറില്ലെങ്കിലും വയറ് കുറയ്ക്കാനല്ല എന്നുണ്ടെങ്കിലും നമുക്കിതൊരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അതായത് ഇപ്പോൾ ഡ്രസ്സിൻ്റെയോ സ്കേർട്ടിൻ്റെയോ കൂടെ നമുക്ക് നോർമൽ ഷോർട്സിന് പകരം ഈ ഒരു രീതിയിലുള്ള ഷോർട്സ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. ഇതെന്തായാലും സംഭവം കൊള്ളാം. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് 90% നൈലോണും 10% സ്പെൻഡെക്സ് എന്നാണ് കേട്ടോ. പിന്നെ ക്ലോഷർ ടൈപ്പ് പുള്ളോണാന്ന് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വാഷ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു ഷേപ്പ് വെയർ അല്ല, ഒരു ടമ്മി ടക്കർ ഷോർട്സ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഞാൻ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ മാനിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഇതാണ് സംഭവം. ഈ ഒരു ഷർട്ട് ഞാൻ മിന്ത്രയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ മിന്ത്രയിൽ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാനിയാക്കിൻ്റെ വെബ്സൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറി ഓർഡർ ചെയ്തു കേട്ടോ. ഇത് 859 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ഞാൻ വാങ്ങുമ്പോഴും 800 സംതിങ് തന്നെയായിരുന്നു. ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു പ്രത്യേകത ഒരു ഗ്രീൻ ഷെയ്ഡാണിത്. ഇത് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ലാർജാണ് കേട്ടോ. അത് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തിട്ട് മീഡിയം ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇത് കറക്റ്റ് ഫിറ്റ് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, എന്തായാലും ഞാനിത് റിട്ടേൺ ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് വിൻ്ററിൽ വേണമെങ്കിൽ ഇടാം. അങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞി പോലത്തെ മെറ്റീരിയലാണ്. ഇതിനകത്ത് ഡബിൾ പോക്കറ്റ്സാണ് വരുന്നത് കേട്ടോ. പിന്നെ കോളർ നമ്മുടെ നോർമൽ സ്പ്രെഡ് കോളറാണ് വരുന്നത്. പിന്നെ ബട്ടൺസ് പോകുന്നുണ്ട്. സ്ലീവ്സ് വരുന്നത് ഫുൾ സ്ലീവാണ്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയാണ്, നല്ല കളറാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലത്തെ ഒരു ലൈൻ പോലത്തെ ഒരു സെൽഫ് ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഈ പോക്കറ്റ് ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് ബട്ടൺ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കുന്ന ഒരു 2 പോക്കറ്റ്സാണ് കേട്ടോ. ഇതിന് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് മാനിയാക്കിൻ്റെ വെബ്സൈറ്റിൽ വളരെ റേറ്റിംഗ് കുറവാണ് കേട്ടോ. 7 റിവ്യൂസ് ഉള്ളൂ, 3 something റേറ്റിംഗ് ഉള്ളൂ കേട്ടോ. പക്ഷേ മിന്ത്രയിൽ നല്ല റിവ്യൂസ് റേറ്റിംഗ് ഞാൻ കണ്ടിരുന്നു. 859 ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. പിന്നെ സ്പ്രെഡ് കോളറാണ്, ഫുൾ സ്ലീവ് ആണ്, ഡ്യുവൽ ഫ്ലാറ്റ് പോക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് വരുന്നത് ബെർലി ഗ്രീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താണ് ഫാബ്രിക് കൊടുത്തിട്ടുള്ളത്, പോളി കോട്ടൺ ലൈക്ര അങ്ങനെയാണ്
ഫാബ്രിക് വരുന്നത്. പിന്നെ സോഫ്റ്റ് കോസി ആൻഡ് സ്ട്രൈപ്പ് എംബോസ്ഡ് ടെക്സ്ചർ സ്യൂട്ടബിൾ ഫോർ ഓൾ ദ സീസൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒട്ടി നിൽക്കുന്ന ടൈപ്പാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഷർട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല കേട്ടോ, ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ്. ഈ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് ഐറ്റം വരുന്നത്. ഇതൊരു ഡങ്കറി മോഡലിൽ വരുന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ തൃശ്ശൂരുള്ള നെസ്റ്റോന്നാണ്. ജസ്റ്റ് അവിടെ ഒന്ന് കാണാൻ പോയപ്പോൾ എനിക്കിത് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അല്ലാതെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു പോക്ക് പോയതൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, മാത്രമല്ല ക്വാളിറ്റി ഗംഭീര ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് കണ്ടോ, ഇവിടെയുണ്ട് പിന്നെ ഈ സൈഡിലുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ അധികം ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ നെക്ക് ഏകദേശം ഇവിടെ ഇതിനേക്കാൾ താഴെയാണ് ഇതിൻ്റെ നെക്ക് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് അഭംഗിയായിട്ട് തോന്നിയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന്, ഈ ഭാഗമല്ല ഇതുപോലത്തെ ഈ ഭാഗം, അതൊന്ന് കുറച്ചും കൂടെ ലെങ്ത്ത് കുറച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ലെങ്ത്തിലാണ് ഇപ്പോൾ നിൽക്കണേ. ഇതിനകത്തൊരു ഇന്നർ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ടോട്ടൽ നെക്ക് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഇന്നർ വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്, ഫുൾ സ്ലീവാണ്. പിന്നെ ഈ ഒരു ഇന്നർ നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ലെങ്ത്ത് കുറവാട്ടോ. നമ്മുടെ അര ബ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ ലെങ്ത്ത് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അര ബ്ലൗസിൻ്റെ ലെങ്ത്താണ് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒന്നുമില്ല. ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് കുറച്ചധികം ലെങ്ത്ത് കുറവാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്നർ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് റിമൂവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് തോന്നി ഇത് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ ഇടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്നർ വേറെയും ഡ്രസ്സുകളുടെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇന്നർ പെയർ ചെയ്യാം കേട്ടോ. അല്ല, നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ വേറെയും ഇന്നേഴ്സ് ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാക്കറ്റ്സ് ഇട്ട് പെയർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇന്നർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തത് കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് സൈഡ് മാത്രം ഈ 2 മെറ്റീരിയൽ തമ്മിൽ ഈ സൈഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസാണ്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു മാക്സി ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഒരു ഉടുപ്പാണിത്. ഇത് ഒരു 1050 ആ ഒരു റേഞ്ചിലാണ് വന്നത് കേട്ടോ. എന്തായാലും 1000 എബോവ് റേറ്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഗ്രീൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ കളർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്താൽ കേട്ടോ. ഇത് നല്ല വിൻ്റർ ഫ്രണ്ട്ലി ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല തിക്കാണ്, പിന്നെ നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. അപ്പോൾ ഇതിൽ ഓൺലൈൻ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.